ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാളായി പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ് ലയണൽ ആൻഡ്രസ് മെസ്സി. ആറ്റോമിക് ഫ്ലീ എന്നറിയപ്പെടുന്ന മെസ്സി തൻ്റെ അതിശയകരമായ ട്രിബിളിംഗ് കഴിവുകൾ, വേഗത, ഗോൾ സ്കോറിംഗ് വൈദഗ്ധ്യം, കൃത്യമായ പാസുകൾ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. 1987 ജൂലൈ 24 അർജന്റീനയിലെ റോസാരിയോയിലാണ് മെസ്സി ജനിച്ചത്. ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന ജോർജ് മെസ്സിയുടെയും ക്ലീനറായിരുന്ന സെലിയ മരിയ കുസിനിറ്റിയുടെയും 4 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. 5-ാം വയസ്സിൽ ഗ്രാൻഡോളി എന്ന പ്രാദേശിക ക്ലബ്ബിൽ പിതാവിന്റെ പരിശീലനത്തിൽ മെസ്സി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ നെവേൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബ്ബിൽ ചേർന്നു. എന്നാൽ മെസ്സിക്ക് 10 വയസ്സുള്ളപ്പോൾ വളർച്ചാ ഹോർമോണിന്റെ കുറവ് കണ്ടെത്തുകയും ഇതിന്റെ ചികിത്സയ്ക്ക് വലിയ ചിലവ് വരുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മെസ്സിയുടെ അസാമാന്യ പ്രതിഭ തിരിച്ചറിഞ്ഞ ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ 13-ാം വയസ്സിൽ മെസ്സി കുടുംബത്തോടൊപ്പം സ്പെയിനിലേക്ക് മാറി. ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാമാസിയ അക്കാദമിയിൽ ചേർന്നു. ബാഴ്സലോണയിലെ ഇതിഹാസ പദവി. ബാഴ്സലോണയിൽ മെസ്സിയുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു. 2004 17-ാം വയസ്സിൽ അദ്ദേഹം ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് കളിക്കാരിൽ ഒരാളായി അദ്ദേഹം മാറി. ബാഴ്സലോണയ്ക്കായി 778 മത്സരങ്ങളിൽ നിന്ന് 672 ഗോളുകൾ നേടി. ക്ലബിന്റെ ചരിത്രത്തിലേക്ക് ടോപ്പ് സ്കോററായി. 10 ലാലിഗ കിരീടങ്ങൾ, 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 7 കോപ്പ ഡെൽറേ കിരീടങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ട്രോഫികൾ ബാഴ്സലോണയ്ക്കായി മെസ്സി നേടിക്കൊടുത്തു. വ്യക്തിഗത നേട്ടങ്ങളിലും മെസ്സി ഒട്ടും പിന്നിലായിരുന്നില്ല. 8 തവണ ബാലൻഡിയോർ പുരസ്കാരം, 6 യൂറോപ്യൻ ഗോൾഡൻ ഷൂ പുരസ്കാരങ്ങൾ എന്നിവ അദ്ദേഹം സ്വന്തമാക്കി. ക്ലബ്ബ് തലത്തിൽ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയപ്പോഴും അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഒരു വലിയ അന്താരാഷ്ട്ര കിരീടം നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. കോപ്പ അമേരിക്ക, ഫിഫ ലോകകപ്പ് ഫൈനലുകളിൽ തോൽവി ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന് ഒരു വലിയ കുറവായി കണക്കാക്കപ്പെട്ടു. എന്നാൽ 2021 കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ട് അദ്ദേഹം ആ കുറവ് നികത്തി. മെസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയ സുവർണ്ണ നിമിഷമെത്തിയത് 2022 ഖത്തർ ലോകകപ്പിലാണ്. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീന ലോകകപ്പ് കിരീടം നേടിയപ്പോൾ മെസ്സി തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും അദ്ദേഹം നേടി. PSG, ഇന്റർ മിയാമി 2021 സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാഴ്സലോണ വിടാൻ മെസ്സി നിർബന്ധിതനായി. പിന്നീട് അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് സെന്റ് ജർമ്മനിയിൽ ചേർന്നു. PSG വേണ്ടി 2 ലീഗ് 1 കിരീടങ്ങൾ നേടിയ ശേഷം 2023 അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മിയാമിയിലേക്ക് മെസ്സി കൂടുമാറി. മെസ്സി തന്റെ ബാല്യകാല സുഹൃത്തായ ആന്റോണെല്ല റോക്കുസോയെയാണ് വിവാഹം കഴിച്ചത്. ഈ ദമ്പതികൾക്ക് തിയാഗോ, മാറ്റിയോ, സിറോ എന്നിങ്ങനെ 3 ആൺകുട്ടികളുണ്ട്. ഫുട്ബോൾ ലോകത്ത് ലയണൽ മെസ്സി ചെലുത്തിയ സ്വാധീനം അളക്കാനാവാത്തതാണ്. അദ്ദേഹത്തിന്റെ കളിശൈലി, പ്രതിഭ, വിനയം എന്നിവ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ എന്ന നിലയിൽ മെസ്സിയുടെ പദവി ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാണ്.